2024 SSLC പബ്ലിക് പരീക്ഷയിൽ ഇതുപോലത്തെ ഒരു ചോദ്യം വന്നപ്പോൾ കുറച്ച് കുട്ടികൾ ഒന്ന് തല ചൊറിയാൻ തുടങ്ങി. എന്താ സംഭവം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്ത് പ്രോപ്പറായി പഠിച്ചെടുക്കാം. പബ്ലിക് എക്സാമിൽ ഇതുപോലത്തെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ തല ചൊറിയാൻ പോകരുത്, ഉത്തരം എഴുതി വെക്കണം. ഓക്കെ, ചോദ്യം എന്തായിരുന്നു വായിക്കാം. ഇതുപോലെ ഡയഗ്രാം എന്നിട്ട് അവർ ചോദിച്ചു, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് എസ് ഫിലമെന്റ്? ടങ്സ്റ്റൺ, അതെല്ലാവർക്കും അറിയായിരുന്നു. കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ സ്വിച്ച് വെൻ S1 and S2 ആർ പുട്ട് ഓൺ ടു ദി സർക്യൂട്ട്. കറണ്ട് ഉണ്ടിക്കാൻ S1 S2 ഓണാക്കിയാൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ടായിരുന്നു. കാരണം S1 ഓണാക്കിയ പ്രശ്നം എന്താണ്, ഇവിടെ ഒരു ഫ്രീ ആയിട്ടൊരു വയർ കിടക്കുകയാണ്, റെസിസ്റ്റൻസ് ഇല്ലാത്ത. മൊത്തം കറണ്ട് ഇതിലൂടെ ഒഴുകും, ഇവിടെ കൂടെ കറണ്ടൊന്നും പോകില്ല. കാരണം മൊത്തം ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. ഈ സേഫ്റ്റി ഫ്യൂസ് ഭയങ്കര കറണ്ട് ഒഴുകുന്നതുകൊണ്ട് സേഫ്റ്റി ഫ്യൂസ് എന്താണ്, മെൽറ്റ് ചെയ്ത് പോകും, ബ്രേക്ക് ചെയ്യും. അപ്പം കാൽക്കുലേറ്റ് ദ കറണ്ട് എന്ന് പറയുന്ന അർത്ഥമില്ല, കറണ്ട് ഉണ്ടാവില്ല ബേസിക്കലി ഫേസ് ഫ്യൂസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ക്വസ്റ്റ്യനിൽ അവരെന്ത് ചെയ്തു, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാക്കി. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു മക്കളെ, S1 and S2 പോരാ അവർ ഉദ്ദേശിച്ചത് S2ഉം S3യും ഓണാക്കിയിരുന്നെങ്കിൽ എത്ര ആയിരിക്കും കറണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ എന്താണ് ചിലപ്പോൾ ഉണ്ടാവും, ഇട്ടേക്ക് കുഴപ്പമില്ല. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന മിസ്റ്റേക്കാണ്, ഞാൻ ഉണ്ടാക്കി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ മിസ്റ്റേക്കല്ല. പബ്ലിക് മോഡൽ എക്സാമിന് ഗവൺമെൻറ് തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ മിസ്റ്റേക്ക് കേട്ടോ, ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, നിർത്തിച്ചോ. എങ്കിലും ഇത് ഓണാക്കി കഴിഞ്ഞാൽ എത്രയായിരിക്കും കറണ്ട്? മക്കൾ ആലോചിച്ച് നോക്കി. ഇവിടെ ബൾബ് സാധാരണ റെസിസ്റ്റൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ വോൾട്ടേജ് ഉണ്ട്, കറണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ എന്തെങ്കിലും ബൾബൊക്കെ തന്നിരിക്കുന്നത്, മക്കൾ ബൾബ് തന്നാലും എന്ത് തന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് സാധനവും റെസിസ്റ്റൻസുകളാണ്. മനസ്സിലായി? ബൾബാണെങ്കിലും മിക്സി ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും അയൺ ബോക്സ് ആണ്, ഒക്കെ റെസിസ്റ്റൻസുകളാണ് ബേസിക്കലി. അപ്പോൾ ഇവരുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതായത് 100 വാട്ടും 200 വോൾട്ടും വോൾട്ടേജും പവറുള്ള ആൾക്കാരുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒറ്റ ഇക്വേഷൻ കൂടെ ഉപയോഗിക്കുക, പരിപാടി തീർക്കുക. ഏതാണ് ഇക്വേഷൻ? പവർ =V²/R എന്നാണ് ഇക്വേഷൻ ഉപയോഗിക്കുക. R ആണ് നമുക്ക് വേണ്ടത്. സോ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, പവറിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. പവർ =V²/P എന്ന് കിട്ടും. ഇനി വോൾട്ടേജും പവറും ഉണ്ട്, ഇട്ട് കൊടുത്താൽ പരിപാടി തീർന്നു. വോൾട്ടേജ് എത്രയാ? 200. പവർ എത്രയാ? 100. ഇട്ട് കൊടുത്തേ. വോൾട്ടേജ് 200 ആണ്. അപ്പോൾ 200 × 200, കാരണം വോൾട്ടേജിൻ്റെ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ 200² അഥവാ 200 × 200. പവർ താഴെ 100. 100 200 2, 200ഉം 2ഉം 400 ഓമാണ് ഓരോ റെസിസ്റ്റൻസുകളുടെയും അല്ലെ ഓരോ ബൾബുകളുടെയും റെസിസ്റ്റൻസ്. അപ്പോൾ ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ 400 ഓം എന്ന് വിളിക്കാം, ഇവനെ നമുക്ക് 400 ഓം എന്ന് വിളിക്കാം. ഇനി പറ മക്കളെ, ഇവർ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവർ സീരീസിലാണോ പാരലാണോ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സീരീസിലാണോ പാരലാണോ മക്കളെ? ഈ സർക്യൂട്ടില്ല. അപ്പോൾ ഈ വയർ മൊത്തം വലിച്ച് പുറത്തേക്ക് എറിയാം. ഇങ്ങനെ കറണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കറണ്ട് ഇവിടെ വരും, കുറച്ച് കറണ്ട് ഇവിടെ വരും. കാരണം കറണ്ട് ഒരേ കറണ്ട് ആയിരിക്കും വരിക? അല്ല, കറണ്ട് സ്പ്ലിറ്റ് ആവും. കറണ്ട് സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ ഈസി ആയിട്ട് പറയാം, കറണ്ട് ഈ സർക്യൂട്ട് എന്തിലാണ്? പാരലലിലാണ്, സമാന്തരമായിട്ടാണ് ഇവർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 400ഉം 400 2 റെസിസ്റ്റൻസ് സമാന്തരമായി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. അതിനാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ എഫക്റ്റീവിൻ്റെ ഫോർമുല 2 പേരുണ്ടെങ്കിൽ R1 R2 R1 + R2 എന്നാണ്. R1ഉം R2 രണ്ടുപേരും 400 ആണ് കേട്ടോ. രണ്ടുപേരുടെയും റേറ്റിംഗ് പവർ റേറ്റിംഗ് സെയിം ആണ്. അപ്പോൾ രണ്ടുപേരും 400 സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 400 × 400 400 + 400. അപ്പോൾ എത്ര കിട്ടുക? 400 × 400 400 + 400 എന്ന് പറഞ്ഞാൽ 800 ആണ്. 400 800ഉം 2, 400 2ഉം 200 ഓം. 200 ഓം ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്. കഴിഞ്ഞിട്ടില്ല, കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി V = IR ഉപയോഗിച്ചാൽ മതി. V = I × R ഉപയോഗിക്കുക, I = V/R ഉപയോഗിക്കുക. സർക്യൂട്ടിലെ വോൾട്ടേജ് ആണ് ഇവിടെ ഇടേണ്ടത്. സർക്യൂട്ടിലെ വോൾട്ടേജ് 200 വോൾട്ടാണ്. ബാഹ്യത്തിൽ 200 വോൾട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. 200 വോൾട്ട് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അത് 200 ആണ്, = 1 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് S2 S3 ഓൺ ആകുമ്പോൾ 1 ആംപിയർ ആണ്. അപ്പം ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ ആ ചോദ്യം ചെയ്യേണ്ടത്. അപ്പം ഇതിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയവർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇനി ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. ജസ്റ്റ് ഡേറ്റ തന്നിട്ടുണ്ടാവും, അത് ചെയ്ത് നോക്കിയാൽ മതി. എത്രയുള്ള സംഭവം ക്ലിയർ ആണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇനി ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, സാർ ഇത് 100 വോൾട്ട് വന്നു, അപ്പം ഞാൻ ഇവൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവൻ്റെ പവർ റേറ്റിങ്ങിലുള്ള 200 വോൾട്ട് ഉപയോഗിക്കണോ, അല്ലെ ബാറ്ററീൻ്റെ 100 വോൾട്ട് ഉപയോഗിക്കണോ, AC സോഴ്സിൻ്റെ 100 വോൾട്ട് ഉപയോഗിക്കണോ? നിങ്ങൾ പവർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അവൻ്റെ പവർ റേറ്റിങ്ങിലെ വോൾട്ടേജ് ഉപയോഗിക്കണം. അപ്പോൾ 200 തന്നെ ഉപയോഗിക്കണം. കാര്യം പാരലൽ ആയതുകൊണ്ട് ഇവന് 100 കിട്ടുന്നുള്ളൂ, രണ്ടുപേർക്കും 100 വീതമേ കിട്ടുന്നുള്ളൂ. പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട. റെസിസ്റ്റൻസ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പവർ റേറ്റിങ്ങിലെ ഡേറ്റയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് ഈ ബാറ്ററിയുടെ കാര്യം നിങ്ങൾ നോക്കരുത്. അപ്പോൾ ആ കാര്യം ഓർത്ത് വെച്ചു. ഇവിടെ ബാഹ്യത്തിൽ 200 ആയതുകൊണ്ട് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ നാളെ പരീക്ഷയിൽ 100 ആയിട്ട് വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കണം. പിന്നെ അവസാനം കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ V = IR നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ ആ ബാറ്ററിയുടെ വോൾട്ടേജ് 100 ആണ്, 100 200 ആണ്, 200 300 ആണ്, 300 ആയിട്ട് കൊടുക്കുക. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും പവർ റേറ്റിങ്ങിൻ്റെ ഡേറ്റ നോക്കുക. ഈ ഡേറ്റ നോക്കുക, ബൾബിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ സെറ്റാണല്ലോ. ഓക്കെ,
ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്തോ ഒരു സാധനം കൂടി ചോദിച്ചിട്ടുണ്ടോ, വാട്ട് ഹാപ്പൻസ് ടു ദി സർക്യൂട്ട് വെൻ ഓൾ സ്വിച്ചസ് ആർ, എല്ലാ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ സംഭവിക്കും ഇവിടെ കൂടെ കറണ്ട് പോകില്ല, കാരണം ഇവിടെ ഫ്രീ വയറാണ്, റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. അപ്പോൾ കറണ്ട് ഇങ്ങനെ വരും, മാക്സിമം കറണ്ട് ഒഴുകും കാരണം റെസിസ്റ്റൻസ് ഇല്ല. പക്ഷേ മാക്സിമം കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടിങ് എന്നാണ് വിളിക്കുക. പക്ഷേ ഇവിടെ ഫ്യൂസ് ഉള്ളതുകൊണ്ട് ഫ്യൂസ് മെൽറ്റാവും, സർക്യൂട്ട് ബ്രേക്ക് ചെയ്യും, അല്ലെ ഫ്യൂസ് മെൽറ്റാവുന്ന എഴുതി വെക്കുക. പിന്നെ എന്താണ്, കറണ്ട് ഫ്ലോ ചെയ്യില്ല, അതും കൂടി എഴുതി വെക്കുക. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇതുപോലത്തെ ഇനി ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യാൻ പറ്റിയിരിക്കും. ഓക്കെ, ആ ഒരു വിശ്വാസം നിങ്ങൾക്കും കിട്ടിയെങ്കിൽ, ഒരു കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക മക്കളെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് തകർക്കാൻ പരീക്ഷ. ബൈ ആൻഡ് ടേക്ക് കെയർ.